ഹായ് ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വട്ടും കരളും കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു കുക്കറടുപ്പ് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ രണ്ട് കറിവേപ്പിലയിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് സവാള ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒപ്പം തന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തന്നെ വഴറ്റിയെടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.25 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ്റെ വട്ടും കരളും ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാ വശങ്ങളിലും മസാല പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഏകദേശം ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ വട്ടും കരളും കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് കൂടി നോക്കുക.